Hi all, today നമ്മൾ CAT 2024 slot 2 ഒരു question ചെയ്യാൻ വേണ്ടി പോവാണ്. A company has 40 employees whose names are listed in a certain order. In the year 2022, the average bonus of the first 30 employees was rupees 40,000, of the last 30 employees was rupees 60,000, and of the first 10 and last 10 employees together was rupees 50,000. ഓക്കെ, സോ ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് 10 എംപ്ലോയീസ് ലാസ്റ്റ് 10 എംപ്ലോയീസ് 50,000 ആണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഫസ്റ്റ് 30 എംപ്ലോയീസ് 40,000 ആണ്, ലാസ്റ്റ് 30 എംപ്ലോയീസ് 60,000 ആണ്. സോ നമുക്ക് 10 എന്നുള്ള രീതിയിൽ ഈ 40 എംപ്ലോയീസിനെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഫോർ ദ കേസ് ഓഫ് 2022. In 2022, first 30 employees 40,000. So employee 1 to 10 plus employee 11 to 20 plus employee 21 to 30. Average bonus ആണ് 40,000. correct? You know, average എന്ന് പറഞ്ഞാൽ എന്താണ്? Sum by number of terms or a number of employees in this case. So number of terms. Okay, so sum അപ്പോൾ എന്താണ്, ഇത് മൊത്തം sum ഇപ്പോൾ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? So sum is equal to average into number of terms. Okay, so average എത്രയാണ്? 40,000 into 30. correct? So we will get 1200k ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 30 എംപ്ലോയീസ്, ദാറ്റ് മീൻസ് ഈ 11 to 20 പ്ലസ് എംപ്ലോയി 21 to 30 പ്ലസ് എംപ്ലോയി 31 to 40 എത്രയാ വരിക? ടോട്ടൽ സമ്മ് നോക്കുകയാണെങ്കിൽ 60,000 into 30, ദാറ്റ് ഈസ് 1800k ആണ് വരിക. പിന്നെ ലാസ്റ്റ് കേസ് ഈ 2022 ലാസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഫസ്റ്റ് 10 ആൻഡ് ലാസ്റ്റ് 10. ദാറ്റ് മീൻസ് ഫസ്റ്റ് 10 മീൻസ് ഈ 1 to 10 പ്ലസ് ഈ 31 to 40 എത്ര വരിക? 20 into 50,000. സോ 1000k ആണ് വരിക. കറക്റ്റ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് എന്താണ് നെക്സ്റ്റ് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് ഇയർ ദ ആവറേജ് ബോണസ് ഓഫ് ദ ഫസ്റ്റ് 10 എംപ്ലോയീസ് ഇൻക്രീസ്ഡ് ബൈ 100%, of the last 10 employees increased by 200%, and of the remaining employees was unchanged. correct? yes. So നമുക്ക് ഫസ്റ്റ് 10 എംപ്ലോയീസിന്റെ എത്രയായിരുന്നു എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക? ഇവിടെ ഡിഫറെൻറ്റ് എംപ്ലോയീസ്, സെയിം എംപ്ലോയീസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ രൂപത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? will get like, see, E1 to 10 is repeating 2 times, E11 to 20 is repeating 2 times, E21 to 30 is repeating 2 times, E31 to 40 is repeating 2 times. correct? This one, sorry, this one, and this one, and this, also this one. correct? So നമ്മൾ കംപ്ലീറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 times employee 1 to 10 plus E11 to 20 plus E21 to E30 plus E31 to 40 sums 4000k. correct? This plus this plus this. Okay, so 4000.
and after again we can reduce this because ഇത് 2 നമുക്ക് അപ്പുറത്ത് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും ഈ 1 to 10 plus ഈ 11 to 20 plus ഈ 21 to 30 plus ഈ 31 to 40 2000k കിട്ടും കറക്റ്റ് സോ ഇത് നമ്മൾ അനലൈസ് ചെയ്താൽ see നമ്മൾ first two നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ this one and this one when we add together നമുക്ക് എന്താണ് കിട്ടുക ഈ 1 to 10 plus 2 times 11 to 20 plus 21 to 30 plus 31 to 40 correct that is equal to 3000k okay and from this നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ 1 to 10 plus ഈ 31 to 40 നമുക്ക് എത്രയാണെന്ന് അറിയാം 1000k ആണെന്ന് അറിയാം when we subtract this thing we will get 2 into 11 to 20 plus 21 to 30 is equal to 3000k so 11 to 20 plus 21 to 40 21 to 30 ഇത് 3000 അല്ല എത്രയാണ് വരിക ഇത് ഈ 1000 നമ്മൾ മൈനസ് ചെയ്തല്ലോ സോ 2000 yes 2000k സോ ഈ 11 to 20 ഈ 21 to 30 മാത്രം എന്തായി 1000k ആയി okay so we got this one as 1000k correct so ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്താൽ ഇത് 1000 ആണെങ്കിൽ ഇത് 200k ആയിരിക്കും correct so the 200k then rest total 2000 ആണ് this is 1000 this is 200 then this will be 800k so this much we got now next part next year ന്റെ കാര്യം പറയുന്നുണ്ട് next year എന്താ സംഭവിച്ചത് 10 employees increased first 10 employees ന്റെ average bonus increased by 100% and of the last 10 employees increased by 200% and remaining unchanged so first 10 എന്ന് പറയുമ്പോൾ this one so ഈ 200k ൽ എന്തായാലും 100% change ഉണ്ട് average bonus increase ചെയ്താൽ this also 100% change ഉണ്ട് that means plus 200k again കൂടും so total 400k ആയി മാറും and this case 800k 200% ആയിട്ട് കൂടി that means plus 1600 that means how much it will be 2400k ആയിട്ട് increase ചെയ്തു so this is fine right yes so finally എന്താ പറയുന്നത് average bonus കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് okay so average bonus is equal to 400k plus 2400k plus and remaining same ആണ് that means this 1000 okay 1000k so 1000k divided by 40 when you add and do the calculation you will be getting 95k that is 95000 so 95000 ആണ് final answer so next session അടുത്ത question ആയിട്ട് വരാം thank you